കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകളിലെ അനർഹരെ കണ്ടെത്താനുള്ള നടപടി ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ആദായ നികുതി റിട്ടേൺ വിവരങ്ങൾ പരിശോധിച്ചതിനു പിന്നാലെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതായി കണ്ടെത്തിയ 86,000 പേരുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറി. ഇവരെ മുൻഗണനാ റേഷൻ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പരിശോധന കർശനമാക്കി. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള 86,000 പേരുടെ വിവരങ്ങളാണ് കേരളത്തിന് കൈമാറിയത്. മുൻഗണനാ റേഷൻ കാർഡ് ഉള്ള കുടുംബത്തിൽ ആദായ നികുതി അടയ്ക്കുന്ന അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ വിഭാഗത്തിലെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കണ്ടെത്തിയവരുടെ വിവരങ്ങൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതും ഒരേ ഏക്കറിലധികം ഭൂമിയുള്ളതുമായ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങളും പ്രത്യേകം ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെയും അർഹത പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. GST രജിസ്ട്രേഷൻ നേടിയവരും കമ്പനി രജിസ്റ്റർ ചെയ്തവരുമായ മുൻഗണനാ കാർഡ് അംഗങ്ങളെയും കണ്ടെത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനർഹരാണെന്ന് സ്ഥിരീകരിക്കുന്നവർ ഇതുവരെ സൗജന്യമായി കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി തിരിച്ചടക്കേണ്ടി വരും. അരിക്ക് കിലോഗ്രാമിന് 40 രൂപയും ഗോതമ്പിന് 29 രൂപയുമാണ് ഈടാക്കുക. റേഷൻ കാർഡും പാൻ കാർഡും ബന്ധിപ്പിച്ച ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പരിശോധന നടക്കുന്നത്. പരിശോധന തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ.